പിന്നെ ചില ആൾക്കാരുണ്ട്, അയ്യോ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഞാൻ ആ മോളെ കണ്ടത്, കരുതിയത്, എൻ്റെ ചക്കര മോളാണ്, ഷിണ്ടണ പെണ്ണാണ്, ടിണ്ടിടി 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 ചിഞ്ചിടി ചിന്നാണ് എന്നും പറഞ്ഞ് ഇവരെ എടുത്ത് തലേ കയറ്റി വെക്കും. എന്നെ ഇറക്കി വിട്ട് ഗൈസ്, എനിക്കിനി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല ഗൈസ്, ഇങ്ങനെയാണ് പറയണ്ടേ? ഉള്ള കാര്യം പറയണം. ഇന്ന പോലെ അവർ പറഞ്ഞു തിങ്കളാഴ്ച പോയാൽ മതി, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പെരുമാറി. പക്ഷെ നമുക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മളെന്തിനും ഈ മാനം കെട്ട് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഓക്കെ. ഈ കുട്ടി, അതായത് അരുണിമ എന്ന് പറഞ്ഞ കുട്ടിയെ അമേരിക്കയിൽ വെച്ച് നട്ടപ്പാതിരയ്ക്ക് നമ്മുടെ ജോർജ് അപ്പച്ചൻ ഇറക്കി വിട്ടു. അങ്ങനെയല്ല എന്ന് ആ അപ്പച്ചൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ അപ്പച്ചനും പറയുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പേര് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഈ വ്ളോഗർമാർ, അത്യാവശ്യം പ്രസക്തി റീച്ചൊക്കെ ആയ വ്ളോഗർമാർ, ഇവരെ എടുത്ത് തലയിൽ കയറ്റി വെക്കുന്ന മലയാളികളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചില ആളുകളുണ്ട്, ചില വ്ളോഗർമാരെ കാണുമ്പോൾ അയ്യോ അത് എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ കരുതിയത്, അയ്യോ അതെൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ കരുതിയത്, അമ്മേ. പിന്നെ ചില ആൾക്കാരുണ്ട്, അയ്യോ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഞാൻ ആ മോളെ കണ്ടത്, കരുതിയത്, എൻ്റെ ചക്കര മോളാണ്, ഷിണ്ടണ പെണ്ണാണ്, ടിണ്ടിടി 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 ചിഞ്ചിടി ചിന്നാണ് എന്നും പറഞ്ഞ് ഇവരെ എടുത്ത് തലേ കയറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെ തലേ കയറ്റി വെക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ അരുണിമയുടെ വിഷയം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം, ആ വീഡിയോയുടെ 2 വീഡിയോ ഉണ്ട്, 2ൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ ഒന്ന് നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ കക്ഷി. ഈ കക്ഷിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം ചുറ്റിയടിച്ച് കറങ്ങി നടക്കുക, എന്നിട്ട് പല രാജ്യങ്ങളിലും ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കുക. എല്ലായിടത്തും മറ്റും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ എല്ലാ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്തെ കമൻറ്റുകൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇവരുടെ 1-2 വീഡിയോ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പലരും ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്നു, അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ സൗകര്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ കുട്ടി പറയുന്നത്, ഈ കുട്ടി അമേരിക്കയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ഇവരെ രാത്രിയിൽ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം. ാണ് ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആൾ ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആൾ വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാകട്ടോ, സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവരും വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ പോയി ഇങ്ങനെ താമസിക്കാറുണ്ട്. ഒരുപാട് വീടുകളിൽ അങ്ങനെ കയറി താമസിക്കാറുണ്ട്. സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചത്, ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആൾ മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. നിങ്ങളത് കേട്ടായിരുന്നോ? ആ പുള്ളിക്കാരൻ അവിടെ താമസിക്കുന്നത്, അവിടെ സ്വന്തം വീട്ടിൽ ഒരു വാടകക്കാരനെ പോലെയാണ് താമസിക്കുന്നതെന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അതായത് ആ അപ്പച്ചൻ്റെ കൊച്ചുമക്കളൊക്കെ പുള്ളീനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ആ അപ്പച്ചൻ പാവമാണ്, നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയും. ഒരു നല്ലൊരു മനുഷ്യനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അവരുടെ വീട്ടിൽ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. എല്ലാ വീട്ടിലും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ നുണയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മളൊക്കെ എന്നാ പറയുക, നമ്മൾ അടുത്ത കൂട്ടുകാരോടോ ആരോടെങ്കിലും നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ അവൻ അങ്ങനെയാണ് കേട്ടോ, അവൻ ഇങ്ങനെയാണ് കേട്ടോ, അവർ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരദൂഷണമൊക്കെ സ്വാഭാവികമാണല്ലോ. പക്ഷേ അതുപോലെയാണോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തിട്ട് ഒരു മനുഷ്യനെ അവരുടെ വീട്ടുകാരെയും കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അത് ശരിയായ നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ
ആ പുള്ളിക്കാരൻ അത്ര സ്നേഹത്തോടെ പെരുമാറിയത്. അത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ആളെയാണോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അപമാനിക്കുന്നത്, അവരുടെ കുടുംബകാര്യങ്ങളും എല്ലാം വിളിച്ചു പറയുന്നത്? എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കണ്ടോ പറയുന്നത് കണ്ടില്ലേ? അവരുടെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞേക്കുക. ഒരു 10-40 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ട്. പക്വത എന്ന് പറഞ്ഞ സാധനം അറിയത്തില്ല. എവിടെയൊക്കെ എന്തൊക്കെയാണ് വിളിച്ച് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാർ ഒരു വീഡിയോ ചെയ്തു. അതിന് ശേഷം അവരുടെ വീട്ടുകാർ തന്നെ ചെയ്തൊരു വീഡിയോ കൂടെ കാണിക്കാം. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്റെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്. 41ാമത്തെ രാജ്യമാണ് പോലും. രാജ്യങ്ങൾ കുറെ സന്ദർശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തുമ്പ പറഞ്ഞ പോലെ എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ലേ? ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്ക് നാളെ പോണെന്ന് പറഞ്ഞാൽ പോകണം. അവരുടെ വീടല്ലേ. വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. കണ്ടോ, ഇതാണ് സംഭവം. ഇപ്പോൾ ഈ അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ കുട്ടീനെ ഇറക്കി വിട്ടൊന്നുമില്ല. തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അഭിമാനമുള്ള ആളുകൾ ആരും അങ്ങനെ നിൽക്കത്തില്ല. ആ കുട്ടി ഇറങ്ങിപ്പോയത് വളരെ നന്നായി. അപ്പം ഞാനാണെങ്കിലും അങ്ങനെയുള്ളൂ. അഭിമാനം ഉള്ളത് കൊണ്ട് രാത്രിക്ക് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകത്തുള്ളെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഓക്കെ, സംഭവം ശരിയാണ്. അഭിമാനമുള്ളവർ ഇറങ്ങിപ്പോവും. പക്ഷേ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. എന്നെ ഇറക്കി വിട്ട് ഗൈസ്, എനിക്കിനി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല ഗൈസ്, ഇങ്ങനെയാണ് പറയണ്ടേ. അതേസമയം പറയണം ഇന്ന പോലെ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റുമല്ല, ഇന്ന പോലെ അവരൊക്കെ എന്നോട് പെരുമാറി. ഉള്ള കാര്യം അങ്ങ് പച്ചക്ക് പറഞ്ഞേക്കണം. പറയുന്നുണ്ടെങ്കിൽ അത് ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ പറയണം, റീച്ച് കൂട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞേക്കണം. ഇന്ന പോലെ അവർ പറഞ്ഞു തിങ്കളാഴ്ച പോയാൽ മതി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പെരുമാറി. പക്ഷേ നമുക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റും. നമ്മളെന്തിനും ഈ മാനം കെട്ട് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരാ. അല്ലാതെ അവരിറക്കി വിട്ടു, ഞാൻ ഇനി എവിടെ പോകുമെന്ന് അറിയത്തില്ല, മറ്റേതാ മറിച്ചതാ, ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് അവിടുത്തെ ആ പാവം പിടിച്ച അപ്പച്ചൻ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അപ്പച്ചൻ്റെ വീട്ടുകാര്യവും കുടുംബകാര്യവും പുള്ളിക്കാരനെ ആട് മക്കളും കൊച്ചുമക്കളും എല്ലാവരും അങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ടല്ല ഒരു പരദൂഷണവും കൂടെ പറഞ്ഞു. എന്നിട്ട് പറയും എനിക്ക് ആ അപ്പച്ചനെ ഭയങ്കര ഇഷ്ടമുള്ളവരെ കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്. പുള്ളി അഥവാ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഈ നാട്ടുകാരോട് മൊത്തം വിളിച്ച് പറയേണ്ട കാര്യം തന്നെ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം ചോദിച്ച പോലെ എന്തിനാണ് ഈ വ്ളോഗർമാരെയൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാതെ. വ്ളോഗർമാരെ എന്നല്ല, സിനിമാ നടിമാരെ പോലും എന്തിനാണ് ഈ തലയിൽ കയറ്റി വെക്കുന്നത്? ഈ അമിതമായിട്ട് ഇവരെയൊക്കെ ആരാധിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയട്ടെ, എല്ലാവരും കാശിന് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ കാശിന് വേണ്ടിയാണ് ചെയ്യുന്നത്. വീഡിയോ ഇടുക, മോണിറ്റൈസേഷൻ കൊടുക്കുക, എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന കാശെടുക്കുക, പുട്ടടിക്കുക. ഇതാണ് എല്ലാവരുടെയും പരിപാടി. ആണോ അല്ലയോ? അതെ. പലരും പറയും ഇതെൻ്റെ പാഷൻ പ്രോയാണ്, എനിക്ക് വേറെ ജോലിയുണ്ട്, മറ്റേതാ മറിച്ച എന്നൊക്കെ പറയും. ചുമ്മാ പറയുന്ന. അതായത് എല്ലാവരും എന്നാൽ പിന്നെ ഈ മോണിറ്റൈസേഷൻ എന്തിനാണ് ഓണാക്കി വെക്കുന്നത്? മോണിറ്റൈസേഷൻ ഓണാക്കും, ഡോളറുകൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പറയും ഇതെൻ്റെ പാഷൻ പ്രോയാണ്, ഞാൻ ചുമ്മാ ചെയ്യുന്നതാണ്. 5 പൈസ പോലും കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ പുറകെ മെനക്കെടുവോ? എനിക്കറിയാൻ പറ്റും, ഇതൊക്കെ ചുമ്മാ തള്ളലാന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കൊരു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നല്ലത്, ഓക്കെ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, അതോടെ ആ പ്രശ്നം കൂട്ടുക. അല്ലാതെ അവർ ചെയ്യുന്ന കണ്ടിട്ട് അവരെ അങ്ങോട്ട് ആരാധിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെയാണ് കരുതിയത്, എൻ്റെ അമ്മയെ പോലെയാണ് കരുതിയത്, എൻ്റെ അച്ഛനെ പോലെയാണ് കരുതിയത്. നമുക്കിവരെ ആരെയും പേഴ്സണലായിട്ട് അറിയത്തില്ലല്ലോ. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇത് ഓഫാക്കി കഴിയുമ്പോൾ. ഞാൻ ചിലപ്പോൾ ഭയങ്കര ക്രൂരനായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ടവനായിരിക്കും. ഈ ക്യാമറയുടെ മുമ്പിൽ കാണുമ്പോൾ എല്ലാവരും ഓർക്കും അമ്പടാ ഇവൻ സൂപ്പറാണ്. ഒരു ഉദാഹരണം പറയുകയാണ് ഫാമിലി വ്ളോഗേഴ്സ്. ഈ വീഡിയോയുടെ ഒക്കെ അടി വരുന്ന കമൻറ്റുകൾ കാണണം. എന്ത് നല്ല ഫാമിലി, എന്ത് നല്ല ഭർത്താവ്, നല്ല പൊന്നോമന മക്കൾ, ആ ഭാര്യയെ കണ്ടോ, ഇതുപോലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത്. അതായത് ക്യാമറയുടെ മുമ്പിൽ ഇവർ കാണിക്കുന്നത് എൻ്റെ പൊന്നെ എല്ലാവരുടെയും വീട്ടിൽ വഴക്കും വക്കണം എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ കാണിക്കുന്ന ഇവരുടെ നല്ല വശം മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാത്ത ഫാമിലിയോ ചേടാ. എന്നിട്ട് ഇത് കാണുമ്പോൾ ആൾക്കാരങ്ങ് വിശ്വസിക്കുക ഇതുപോലൊരു ഭാര്യ എനിക്ക് കിട്ടുമായിരുന്നു, ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. പുള്ളിക്കാരി ഗർഭിണിയാണേ. ഈ ഗർഭം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു കണ്ടൻറ്റായി. 10 മാസം ഗർഭത്തിൻ്റെ കണ്ടൻറ്റ്, അതിനുശേഷം കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് മറ്റൊരു കണ്ടൻറ്റ്. ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്
ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അത് പറയാണ്ട് ഒരുപാടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഗർഭിണിയായിട്ടുള്ള പുള്ളിക്കാരി ഛർദ്ദിക്കുന്ന വീഡിയോയൊക്കെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇതിനടി വന്ന് കമൻറ്റ് ഉള്ളൂ, അയ്യോ മോളെ സൂക്ഷിക്കണം കേട്ടോ, മോൾക്ക് എപ്പോഴും ഛർദ്ദി ഉണ്ടോ, ആഹാരം കാണുമ്പോൾ എല്ലാം ഛർദ്ദിയാണോ വരുന്നത്, മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊഞ്ചിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഛർദ്ദി വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാനിവിടെ എനിക്ക് ഛർദ്ദിൽ വന്നാൽ ഞാൻ ഈ മൈക്കും എല്ലാം കൂടെ തട്ടി തെറിപ്പിച്ചിട്ട് ഞാൻ ഓടത്തുള്ളൂ ബാത്റൂമിലേക്ക്, അല്ലേ? ഇതിനിടയ്ക്ക് എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു കട്ടിലെ കടന്നാലും ഛർദ്ദിൽ വന്നാൽ ഓടിപ്പോയി ഛർദ്ദിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു ക്യാമറ ഒരു ട്രൈപ്പോഡെ വെച്ച് എല്ലാ ഫോക്കസും എല്ലാം സെറ്റ് ചെയ്തിട്ട് റെക്കോർഡിങ് ഞെക്കിയതിന് ശേഷം ഛർദ്ദിക്കുന്ന കാണിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ മനസ്സിലാക്കണം. നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ അപേക്ഷിച്ച് അവർക്ക് ഈ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കുറവാണ്. ശ്രദ്ധിച്ച് നോക്കി അറിയാം. അതേസമയം ഇതുപോലെ ഈ ഗുഡാൻസും വേലത്തരം കാണിക്കുന്നവർക്കാണ് ഈ ഫോളോവേഴ്സ് കംപ്ലീറ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാനായിട്ടുള്ള മലയാളികളുടെ ഒരു ജിജ്ഞാസയുണ്ടല്ലോ, മലയാളികളുടെ മാത്രമല്ല മനുഷ്യന്മാരുടെ ഒരു ജിജ്ഞാസയുണ്ടല്ലോ, അതിനെയാണ് ഇവർ വിറ്റ് കാശാക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടികളും കാര്യങ്ങളൊക്കെ വിജയിക്കാനുമുള്ള കാരണം. അല്ല അതിൻ്റെ അകത്തൊക്കെ എന്ത് കണ്ടൻറ്റ് ഇരുന്നിട്ടാ? കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുന്നു, കുശുമ്പും കുന്നായ്മയും പറയുന്നു. ഇതൊക്കെ കാണാൻ മലയാളികൾക്കൊരു രസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനും ഇതുപോലുള്ള വ്ളോഗിനും ഒക്കെ പ്രേക്ഷകർ കൂടുതൽ. ഞാൻ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്ളോഗറിൻ്റെ, അതായത് ഈ ഫാമിലി വ്ളോഗറിൻ്റെ ആരെങ്കിലും ഒരു പേരൊന്ന് ഞാൻ എടുത്തു പറഞ്ഞ് നോക്കിക്കേ, ഉടനെ അവരുടെ ആരാധകർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പൊങ്കാലിടുന്ന കാണാം. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തമാശ എന്ന് പറഞ്ഞാൽ. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ സ്വന്തം മക്കളെ പോലും കണ്ടൻ്റ് ആക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അത് എനിക്കൊരു നല്ല കണ്ടൻറ്റാണ്. അപ്പോൾ ഞാൻ ആ കണ്ടൻറ്റുമായിട്ട് മടങ്ങി വരാം. ഓക്കെ.